പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ജന്മാഷ്ടമിക്ക് ഒരുങ്ങുകയാണ് അയോധ്യ. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഒരുക്കങ്ങൾ രാമനഗരിയിലെ മഠങ്ങളിലും ക്ഷേത്രങ്ങളിലും ആചാരങ്ങളോടെ ആരംഭിച്ചു. ജന്മാഷ്ടമി ദിനത്തിൽ രാംലല്ലയ്ക്ക് 1.5 ക്വിന്റൽ പഞ്ചാര നേദ്യമായി നൽകും. 50 കിലോ പഞ്ചാമൃതം ഉപയോഗിച്ചാണ് അഭിഷേകം നടത്തുക. ക്ഷേത്രത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും നടക്കും. അയോധ്യയിൽ 2 ദിവസമാണ് ജന്മാഷ്ടമി ഉത്സവം. ഗോകുൽ ഭവൻ, ബ്രിജ് മോഹൻ കുഞ്ച്, രാധാ ബ്രിജ്രാജ് ക്ഷേത്രം, രാജ് സദൻ, ഗുരുധാം, ഇസ്കോൺ ക്ഷേത്രം, രാധാമാധവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ജന്മാഷ്ടമിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മധുരയിൽ നടക്കുന്ന ജന്മാഷ്ടമി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപര യുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നു എന്നാണ് സങ്കല്പം. ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി. ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു. എല്ലാ വിഭവങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ ഭൂമിദേവി ക്ഷീണിതയായി. ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി വംശത്തിൽ ജനിച്ച കംസനായിരുന്നു. അസുരന്മാരുടെ ചെയ്തികളിൽ മടുത്ത ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ദേവന്മാർ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്ത് എത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് അയാളെ വധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. തുടർന്ന് അവരെല്ലാം കൂടി പാലാഴിയിൽ പോയി വിഷ്ണുവിനെ കണ്ടു. വിഷ്ണു അവരുടെ പരാതികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു. ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിക്കായി ഹൈന്ദവ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. തിങ്കളാഴ്ചയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ജന്മാഷ്ടമി. വിപുലമായ ആഘോഷ പരിപാടികളാണ് തിങ്കളാഴ്ച കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുക. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് കൃഷ്ണൻ ജനിച്ചത്. ഈ ദിവസം കൃഷ്ണനെ പൂജിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. ചില വിശേഷ വസ്തുക്കൾ സമർപ്പിക്കുന്നതും ഈ ഐശ്വര്യം വർദ്ധിപ്പിക്കും. മയിൽപീലിയാണ് ആദ്യത്തേത്. ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് ഇത്. കൃഷ്ണൻ മയിൽപീലി തലയിൽ ചൂടിയിട്ടുണ്ട്. പൂജാവേളയിൽ മയിൽപീലി കൃഷ്ണന് അർപ്പിക്കുന്നത് വീട്ടിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. മയിൽപീലി വീട്ടിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും നല്ലതാണ്. പൂജാവേളയിൽ ശ്രീകൃഷ്ണന് മധുരപലഹാരങ്ങൾ നേദിക്കുന്നതും വളരെ നല്ലതായിട്ടാണ് വിശ്വസിക്കുന്നത്. കൃഷ്ണന് പ്രിയപ്പെട്ട മറ്റൊരു വസ്തുവാണ് ഓടക്കുഴൽ. പൂജാവേളയിൽ ഓടക്കുഴൽ സമർപ്പിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. പശുക്കിടാവിന്റെയും കാളക്കുട്ടിയുടെയും രൂപങ്ങൾ വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നതും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ദാനം നൽകുന്നതും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. വ്രതമനുഷ്ഠിക്കുമ്പോൾ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, അരി, ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ് ഇവ ഭക്ഷണത്തിൽ നിന്നും കഴിവതും ഒഴിവാക്കണം. വാഴപ്പഴം, ആപ്പിൾ, മാതള നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ, പാല്, തൈര്, പനീർ, വെണ്ണ തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ ഈ ദിനത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഈ വർഷത്തെ ജന്മാഷ്ടമി നാളെ, അതായത് ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയ്ക്കാണ്. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത്. സാധാരണയായി ഇത് ഓഗസ്റ്റിൽ അല്ല എങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ആഘോഷിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.